വ്യാസജയന്തിയും കുടുംബസംഗമവും നടത്തി. ധീവരസഭ കരുനാഗപ്പള്ളി ടൗൺ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമവും വ്യാസജയന്തിയും നടത്തിയത്. ധീവരസഭ കരുനാഗപ്പള്ളി ടൗൺ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് വ്യാസജയന്തിയും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളുടെയും വിശ്വാസികളുടെ എണ്ണം കൂടി വരിക സമൂഹം. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഗുണം ഞാൻ കാണുന്നത് നമ്മുടെ ഒന്നും കൈകളിലല്ല. ഇന്നലെ നടന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. നാളെ എന്ത് നടക്കും, അടുത്ത നിമിഷം എന്തുണ്ടാകുമെന്ന് നമുക്ക് അറിവ് നിശ്ചയമാണ്. മാരകമായ അസുഖങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ അകാലത്തിലുള്ള വേർപാടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, തൊഴിൽ വരുന്ന തടസ്സങ്ങൾ, അങ്ങനെ മനുഷ്യന് വന്നു ഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാളിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കണം, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരു മതിലിലേക്ക് മനുഷ്യനൊന്ന് ചാരി നിൽക്കണമെന്ന് തോന്നുന്നിടത്താണ് ഒരു ദൈവവിശ്വാസവും ഈശ്വരവിശ്വാസവും എന്ന് പറയുന്നത്. നിരീശ്വരവാദികളായിട്ടുള്ള പലരും ജീവിതത്തിന്റെ പകുതി വഴിയിൽ നിരീശ്വരവാദം ഉപേക്ഷിച്ച് ആ അദൃശ്യമായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ നേരിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ പറ്റാത്ത ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എല്ലാ മനുഷ്യരെയും അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ മനുഷ്യന്റെ ഭക്തി എന്ന വികാരത്തെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഭയത്തെ, ഭക്തി എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ഭയമാണ്, ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഭക്തിയിലൂടെ മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്, നീ തെറ്റ് ചെയ്യരുതെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, വിലക്കുകയാണ്. വിവിധ മേഖലകളിൽ മികവ് കാട്ടിയ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ, DYSP ഉജ്ജൽ കുമാർ, ക്രൈംബ്രാഞ്ച് DYSP അമ്മിണിക്കുട്ടൻ, മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുത്ത R സുഭാഷ്, ഡോക്ടറേറ്റ് നേടിയ അഞ്ജലി മോഹൻ, APP രേവതി, ജൻ ഔഷധി ശ്രേഷ്ഠ അവാർഡ് കരസ്ഥമാക്കിയ സുനിൽകുമാർ എന്നിവരെ മുൻ വ്യവസായ ഡയറക്ടർ D ചിദംബരൻ ആദരിച്ചു. സമുദായത്തിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് നൽകാറുള്ള വിദ്യാഭ്യാസ അവാർഡ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പത്മകുമാർ നിർവഹിച്ചു. ടൗൺ പ്രസിഡന്റ് T ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജഡ്ജി S സോമൻ, വേദവ്യാസ ഗ്രന്ഥശാല പ്രസിഡന്റ് L സ്കന്ദനാഥ്, ടൗൺ കരയോഗം സെക്രട്ടറി D ലീലാകൃഷ്ണൻ, ട്രഷറർ R രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.